ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 33 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി, ഏശാവും അവനോടുകൂടെ 400 ആളുകളും വരുന്നത് കണ്ടു. തന്റെ മക്കളെ ലേയയുടെ അടുക്കലും റാഹേലിന്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസേഫിനെയും ഒടുക്കമായും നിർത്തി. അവൻ അവർക്ക് മുമ്പായി നടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്നു. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. ഒരു പൂന്തോട്ടം നനയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ഹോസ് കെട്ടുപിണഞ്ഞ് വെയിലത്ത് കിടക്കുന്നതായി സങ്കല്പിക്കുക. വെള്ളം കൊണ്ടുപോകുന്നതിനും സസ്യങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനുമായി ഇത് രൂപകൽപ്പന ചെയ്തതായിരുന്നു. എന്നിട്ടും അതിപ്പോൾ ഉപയോഗശൂന്യമായി കുടുങ്ങിക്കിടക്കുകയാണ്. ചെടികൾക്ക് ജീവനും ചൈതന്യവും നൽകുവാനുള്ള കഴിവ് അതിനുണ്ടെങ്കിലും അത് വരണ്ടതും ഫലപ്രദമല്ലാത്തതുമായി കിടക്കുന്നു. എന്നാൽ അതിന്റെ കെട്ടുകൾ അഴിച്ച് നേരെയാക്കിയാൽ തടസ്സങ്ങളില്ലാതെ വെള്ളം അതിലൂടെ കടന്നു പോവുകയും അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതും. അതുപോലെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസിക്ക് ആത്മീയ വളർച്ചയ്ക്ക് ഫലഭൂയിഷ്ഠതയ്ക്കും ഉള്ള കഴിവ് ഉണ്ടായിരിക്കാം. എന്നാൽ അവഗണനയോ ലൗകിക കാര്യങ്ങളിൽ കുടുങ്ങിപ്പോയതോ കാരണം തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നിറവേറ്റുന്നതിൽ താൻ പരാജയപ്പെടുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ ദൂതനെ കാണുകയും അവനോട് മല്ലുപിടിക്കുകയും ദൈവശക്തിക്ക് മുൻപിൽ കീഴടങ്ങിയതിലൂടെ വിജയിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു യാക്കോബ്. ബലഹീനൻ ആയിരുന്നപ്പോഴും ദൈവമുമ്പാകെ നല്ല മനസാക്ഷിയോടെ ദൈവിക അനുഗ്രഹം ലഭിക്കുന്നതുവരെ അവൻ ദൂതനെ വിടാതെ മുറുകെ പിടിച്ചു. ദൈവകൃപ അല്ലാതെ മറ്റൊരടിസ്ഥാനം നമുക്കില്ല. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയും അനുഗ്രഹിക്കുകയും പാലിക്കുകയും വിടുവിക്കുകയും നമ്മുടെ ജീവിതങ്ങളിൽ തന്റെ ഹിതവും പദ്ധതികളും തുടർച്ചയായി നിറവേറ്റുകയും ചെയ്യുന്നു എന്ന് നാം അടിസ്ഥാനപരമായി അറിയുന്നത് ഈ കൃപയിലൂടെയാണ്. ആ ദൈവകൃപയെ സ്വായത്തമാക്കുവാൻ തന്നെത്താൻ താഴ്ത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. നമ്മെ അപ്രാപ്തരാക്കിയ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ നാം കടക്കുമ്പോഴും നമുക്ക് ആവശ്യമുള്ള എല്ലാ ചിന്തയും ഉറവിടം ദൈവമാണെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ദൈവം യാക്കോബിനെ മുടന്തനാക്കിയതിനാൽ ഏശാവ് തന്നെ ആക്രമിച്ചാൽ തനിക്ക് ഓടി രക്ഷപ്പെടുവാൻ കഴിയുകയില്ലെന്ന് അവൻ മനസ്സിലാക്കി. അപ്പോൾ അവൻ ദൈവിക സംരക്ഷണത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചേ മതിയാകൂ. നാം അവനിൽ മാത്രം ചാരുവാനായിരിക്കണം. പലപ്പോഴും ദൈവം നമ്മെ ബലഹീനരാക്കുന്നത് വളർച്ചയ്ക്ക് സമയം ഒഴിച്ചുകൂടാത്തതാണ്. പെനിയേലിലെ സംഭവത്തിന് ശേഷവും ഏശാവിനെ ഉള്ളിൽ ഭയന്നിരുന്ന യാക്കോബ് സ്വയരക്ഷയ്ക്കായി മാനുഷികമായ ഇതര മാർഗങ്ങളിലേക്ക് തിരിഞ്ഞതായി നാം കാണുന്നു. ദൈവം ലേയെ അനുഗ്രഹിച്ചു എന്ന് സ്പഷ്ടമായി അറിഞ്ഞിട്ടും യാക്കോബ് റാഹേലിനെ അധികം സ്നേഹിച്ചു. വളരെ വിരളമായേ നമ്മുടെ ജീവിതങ്ങളിൽ പൊടുന്നനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതൊക്കെയായിട്ടും യാക്കോബിന്റെ അവിശ്വാസത്തിൽ നീരസപ്പെടാതെ ദൈവം അവനോട് ദീർഘക്ഷമ കാണിച്ചു. ഒരു വശത്ത് ദൈവത്തിൽ നിന്നുള്ള ഒരു സന്ദർശനമോ ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യക്ഷ പ്രകടനമോ വലിയ അനുഗ്രഹം ആയിരിക്കുമ്പോൾ തന്നെ അവയുടെ വെളിച്ചത്തിൽ ജീവിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള വസ്തുതയാണ് എന്ന് A.W. പിങ്ക് എന്ന ദൈവഭക്തൻ എഴുതിയിട്ടുണ്ട്. യാക്കോബിന്റെ ജീവിതത്തിൽ കാണുന്ന ഈ ബലഹീനത
നമ്മുടെയും നമ്മുടെ സഹവിശ്വാസികളുടെയും ജീവിതത്തിൽ കണ്ടെന്നു വരാം. നമ്മുടെ സഹോദരങ്ങളോട് അവരുടെ ദുർബല അവസ്ഥകളിൽ ക്ഷമയോടും സഹതാപത്തോടും ഇടപെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചുറ്റുമുള്ളവർ ദൈവത്തെ പഴിച്ചപ്പോഴും ക്രിസ്തു അതെല്ലാം സഹിക്കുകയും തന്നെയും ആളുകൾ നിന്ദിക്കുമെന്നറിഞ്ഞിട്ടും ദൈവേഷ്ടം അനുസരിച്ച് വർത്തിക്കുവാൻ സ്വമേധയാ തീരുമാനിക്കുകയും ചെയ്തു. റോമാലേഖനം 15 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. ദൈവ മാതൃക പിൻപറ്റുന്ന നമുക്ക് എങ്ങനെ അപ്പോൾ സ്വയ താല്പര്യങ്ങളിൽ മുഴുകുവാൻ കഴിയും? അശക്തരായ സഹോദരങ്ങളുടെ നന്മയ്ക്കും ഗുണീകരണത്തിനുമായി അവരുടെ ബലഹീനതകൾ ചുമക്കുക എന്നത് നമ്മുടെ കടമയും പ്രത്യേക അവകാശവുമാണ്. യാക്കോബിന്റെ പരാജയങ്ങൾക്കുപരിയായി അവന്റെ ജീവിതകാലം മുഴുവൻ ദൈവം അവനെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. മറ്റുള്ളവരോടുള്ള നിരുപാധികമായ സ്നേഹത്തിൽ നാമും വളർന്നു വരേണ്ടതാണ്. ഏശാവിനോട് രമ്യതപ്പെട്ടെങ്കിലും അവനോടുള്ള യാക്കോബിന്റെ ഇടപാടുകളിൽ തന്റെ വിശ്വാസത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും നമുക്ക് കാണാവുന്നതാണ്. ഒന്നാമതായി, യാക്കോബ് സ്വയരക്ഷയ്ക്കായി തന്റെ പഴയ പദ്ധതി തുടരുന്നതായി നാം കാണുന്നു. ഏശാവ് തന്നെ ആക്രമിച്ചാൽ 2 1 കൂട്ടർക്ക് രക്ഷപ്പെടാം എന്ന് കണക്കുകൂട്ടി തന്റെ കുടുംബത്തെ 2 വേർതിരിച്ചു. ദൈവം അവനോടുകൂടെ ഇരിക്കും എന്ന് കൊടുത്ത ഉറപ്പ് യാക്കോബിന് അറിയാം. ലാബാനോടുള്ള ബന്ധത്തിൽ ആ വാഗ്ദത്തം നിറവേറ്റപ്പെടുന്നത് അവൻ സാക്ഷ്യം വഹിച്ചതുമാണ്. ദൈവം തന്നെ അവനു വേണ്ടി ഇടപെട്ടിരുന്നു. മഹനീമിയിൽ വെച്ച് ദൈവദൂതന്മാർ അവനെ എതിരേറ്റു വന്നു എന്ന് നാം കാണും. എന്നിരുന്നാലും ലൗകിക കാര്യങ്ങളിലും സ്വന്തം കൗശലത്തിലും പദ്ധതികളിലുമായിരുന്നു അവന്റെ വിശ്വാസം. ഇന്നലെകളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ ദൈവിക ഇടപെടലുകൾ പലതും നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മറന്നുപോകുന്നു. ജീവിതത്തിന്റെ നിർണായക നിമിഷങ്ങളിൽ ദൈവം ചെയ്ത ഉത്കൃഷ്ടമായ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അനാവശ്യമായി യാക്കോബ് ഭീതിയിലേക്ക് കൂപ്പുകുത്തി. ഏശാവ് വന്നത് സമാധാനത്തിലും സഹായിക്കുവാനുള്ള താല്പര്യത്തോടെയുമാണെന്നുള്ളത് വ്യക്തമാണ്. നമ്മുടെ മുൻപിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ദൈവത്തിൽ വിശ്വസിച്ച് അവനിൽ വിശ്രമിക്കുന്നതിലൂടെ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുക, അല്ലെങ്കിൽ ഭയത്തോടെ ഇരുന്നു കൊണ്ട് നാം ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നതായി കാണുക. ഏത് വഴി നാം തെരഞ്ഞെടുത്താലും നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരത്തിൽ ദൈവം തന്റെ വാഗ്ദത്തം നിറവേറ്റും. പക്ഷേ നമ്മുടെ തീരുമാനം അനുസരിച്ച് നാം കടന്നുപോകുന്ന ജീവിതാനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമായിരിക്കാം. ഭയവും ആകുലതയും നമ്മുടെ സന്തോഷവും സമാധാനവും കവർന്നു വന്നേക്കാം. രണ്ടാമതായി, ദൈവത്തിന്റെ പ്രഭു ആയിരുന്നിട്ടും ഏശാവിന്റെ മുൻപാകെ 7 തവണ കുമ്പിടുന്നതിലൂടെ യാക്കോബ് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചില്ല എന്ന് സ്പഷ്ടമാകും. ദൈവത്തിന്റെ വചനങ്ങൾക്ക് മുൻപിൽ വിറയ്ക്കുന്ന ഒരുവൻ ബഹുമാന സൂചകമായി മറ്റുള്ളവരുടെ മുൻപിൽ കുമ്പിട്ടെന്ന് വരാം. എന്നാൽ ഭയത്തിലും ഭീതിയിലും ആരുടെ മുമ്പിലും അവൻ തലകുനിക്കേണ്ടതായില്ല. മൂന്നാമതായി, ഏശാവിനോട് പണ്ട് കൗശലത്തിലൂടെയും വഞ്ചനയിലൂടെയും പെരുമാറിയത് ഏറ്റുപറയുന്നതിന് പകരം അവനെ യജമാനനെ എന്ന് വിളിച്ച് അവന്റെ ദാസനായി തന്നെത്താൻ കാണിച്ച് അവന്റെ മതിപ്പ് പിടിച്ചുപറ്റുവാനും സമ്മാനങ്ങൾ നൽകി അവന്റെ പ്രീതി വിലയ്ക്ക് വാങ്ങുവാനും യാക്കോബ് ശ്രമിക്കുന്നതായി നമുക്ക് ഈ ഭാഗത്ത് കാണാം. ഒരു ജഡീകൻ തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ശരിയാക്കുന്നതിന് പകരം വിവിധ ഉപായങ്ങളാൽ മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ ശ്രമിക്കും. കപടമായ വിനയം, ശക്തി സ്വാധീനങ്ങൾ, പണം മുതലായ ജഡീക ആയുധങ്ങളാൽ മറ്റുള്ളവരോട് സമാധാനമുണ്ടാക്കുകയല്ല, മറിച്ച് നാം നമ്മുടെ പാപങ്ങളെ നേരിടുവാനും അവ ഏറ്റുപറഞ്ഞു അതിൽ നിന്ന് മോചനം നേടുവാനുമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാലാമതായി, നിന്റെ മുഖം ഞാൻ ദൈവമുഖം പോലെ കാണുന്നു എന്ന് യാക്കോബ് പറയുമ്പോൾ അവനിലെ കാപട്യവും മുഖസ്തുതിയുടെ സ്വഭാവവും വെളിപ്പെട്ടു വരുന്നു.
വാസ്തവത്തിൽ അവൻ ഏശാവിന്റെ മുഖം ദൈവമുഖം പോലെ കണ്ടിരുന്നെങ്കിൽ എന്തിനാണ് ഭയപ്പെട്ടത്? എന്തിനാണ് ഏശാവിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചത്? തന്റെ സഹോദരനെ ഇണക്കിയെടുക്കുവാനുള്ള പൊള്ളയായ വാക്കുകളായിരുന്നു അവ. നമ്മുടെ ചിന്തകൾക്ക് മറയാവേണ്ടതല്ല നമ്മുടെ വാക്കുകൾ, മറിച്ച് അവ നമ്മുടെ ഹൃദയത്തിന്റെ പ്രകടനങ്ങളാകണം. നമ്മുടെ വാക്കുകളാൽ നാം നീതീകരിക്കപ്പെടുകയും നമ്മുടെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള കർത്താവിന്റെ വാക്കുകൾ നാം ഓർക്കുക. അഞ്ചാമതായി, ഏശാവിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവൻ കള്ളം പറയുന്നതായി കാണും. തന്റെ പിതാവിന്റെ ഭവനത്തിൽ പോകുവാനുള്ള ദൈവകൽപ്പനയെ ഏശാവിനോട് പങ്കുവെക്കുന്നതിൽ നിന്ന് അവന്റെ ജീവിതത്തിൽ ഏറ്റുപറയാത്ത പാപങ്ങൾ അവനെ തടുക്കുകയാണ്. ദൈവവുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അവനൊരു പക്ഷേ ലജ്ജ തോന്നിയിരിക്കാം. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മുടെ ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിലെ പാപം നിന്നു വന്നേക്കാം. ദൈവത്തിൽ വിശ്വസിച്ച് സത്യം പറയുന്നതിന് പകരം തന്റെ ലോകജ്ഞാനപ്രകാരം യാക്കോബ് കള്ളം പറഞ്ഞു. ആറാമതായി, കനാനിലേക്ക് പോവുക എന്ന ദൈവേഷ്ടത്തിന് വിരുദ്ധമായി അവൻ ശേഖേമിൽ വെച്ച് തന്റെ യാത്ര അവസാനിപ്പിക്കുന്നു. അപൂർണവും ഉദാസീനവുമായ സ്നേഹത്തിന്റെ ലക്ഷണങ്ങളാണ് മന്ദഗതിയിലുള്ളതും ഭാഗികവുമായ അനുസരണം. ഏഴാമതായി, യാക്കോബ് അവിടെ തനിക്കായി ഒരു ഭൂമി വിലയ്ക്ക് വാങ്ങുന്നത് നാം കാണും. ദേശം മുഴുവനും തനിക്ക് അവകാശമായി ലഭിച്ചിരുന്നിട്ടും തന്റെ പിതാവായ അബ്രഹാം മക്പേലയിലെ ശ്മശാന ഭൂമി ഒഴിച്ച് മറ്റൊരു സ്ഥലവും വാങ്ങിയതായി നാം വായിക്കുന്നില്ല. വളരെ സമ്പന്നനായ അബ്രഹാമിന് അത് സാധിക്കുമായിരുന്നു. ദൈവം പറഞ്ഞിട്ടായിരുന്നോ യാക്കോബ് ആ സ്ഥലം വാങ്ങിയത്? ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവ ആകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും, നിന്റെ സന്തതിക്കും തരും എന്ന് സ്പഷ്ടമായി ബേഥേലിലെ ദർശനത്തിൽ ദൈവം അവനോട് പറഞ്ഞിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏത് തീരുമാനം എടുക്കുമ്പോഴും അത് ദൈവഹിതത്തിലാണോ എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതാണ്. എട്ടാമതായി, അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. എങ്കിലും തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുവാനുള്ള ദൈവഹിതത്തിൽ നിന്ന് ഒഴിയുവാൻ ഇതൊരു കാരണമായിരുന്നില്ല. അനുസരണം യാഗത്തേക്കാൾ നല്ലത് എന്നാണ് നാം കാണുന്നത്. വിശ്വാസത്തിൽ നിന്ന് ജനിക്കുന്ന അനുസരണം നമ്മുടെ ജീവിതത്തിൽ കാണാത്ത പക്ഷം ദൈവം നമ്മുടെ യാഗാർപ്പണങ്ങളിൽ തൃപ്തനല്ല. ദൈവാശ്രയത്തിൽ നിന്നുകൊണ്ട് ദൈവം നൽകുന്ന നിർദ്ദേശങ്ങളെ നാം പാലിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഭക്തി അർത്ഥശൂന്യമാണ്. ഒൻപതാമതായി, അവൻ ആ യാഗപീഠത്തിന് ഇസ്രയേലിന്റെ ദൈവമായ ദൈവം എന്നർത്ഥം വരുന്ന എൽ എലോഹെ എന്ന് പേരിട്ടു. നമ്മുടെ പദ്ധതികൾക്ക് മനോഹരമായ പേരുകൾ നൽകുന്നതുകൊണ്ട് ദൈവപ്രസാദം ഉണ്ടാകണമെന്നില്ല. ദൈവത്തിന്റെ സത്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഉണ്ടെന്നുള്ളത് കൊണ്ട് നാം ശരിയായ പാതയിലാണ് എന്ന് നാം കരുതേണ്ടതില്ല. യാക്കോബിന് ഇസ്രയേൽ എന്ന് പേര് ലഭിച്ചവനും ദൈവം തന്റെ പിതാക്കന്മാരുടെ മാത്രമല്ല തന്റെയും ദൈവമാണ് എന്ന് അറിഞ്ഞവനും ബേഥേലിലെ ദർശനം കണ്ടതു മുതൽ അന്ന് വരെ ആ ദൈവത്തെ അറിയുന്നതിൽ അവൻ വളരുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ അവൻ ഇസ്രയേലിന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചാണ് പ്രവർത്തിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ അവനെ വാസ്തവമായി ദൈവത്തിന്റെ പ്രഭുവായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു ആത്മപരിശോധന നടത്താം. നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് വിശ്വാസത്തിന്റെ ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.